ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ന് നമ്മളിതാ ഇവിടെ രാത്രികാലത്ത്, അതും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എത്തുന്ന രാത്രികാലത്ത് സ്ത്രീകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന എൻ്റെ കൂടിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ കുറേ സംശയങ്ങൾ വന്നു, അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിലാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ 8ാമത്തെ നിലയിലാണ് എൻ്റെ കൂട് അല്ലെങ്കിൽ വൺ ഡേ ഹോം ഉള്ളത്. എൻ്റെ കൂടും വൺ ഡേ ഹോമും രണ്ടും രണ്ടാണ്, പക്ഷേ അടുത്തടുത്താണ്. ഒരു ഭിത്തിയുടെ അപ്പുറവും ഇപ്പുറവുമാണ് എൻ്റെ കൂടും വൺ ഡേ ഹോമും. അപ്പോൾ അതാ ഈ കാണുന്നത് എൻ്റെ കൂട്, എൻ്റെ തൊട്ടിപ്പുറത്തുള്ള വൺ ഡേ ഹോമിൻ്റെയാണ് കേട്ടോ. ഈ അകമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ രണ്ടും ഈ പറഞ്ഞ പോലെ മുകളിൽ ഒരു ഭിത്തിയുടെ അപ്പുറവും ഇപ്പുറമാണ് എൻ്റെ കൂടും വൺ ഡേ ഹോമും. ഇതിൽ എൻ്റെ കൂട് എന്ന് പറയുന്നതിൽ ഫ്രീ ആയിട്ടാണ് സ്ത്രീകൾക്ക് താമസം സൗകര്യം ഒരുക്കുന്നത്. അതായത് വൈകുന്നേരം 6:30 മുതൽ രാവിലെ 7 മണി വരെയാണ് സമയം. അപ്പോൾ ഏത് പാതിരാത്രിയും നമുക്കിവിടെ കയറി വരാം. അവിടെ ബെഡ് അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ വൺ ഡേ ഹോമിൽ നമുക്ക് ഒരു ദിവസമോ ഒന്നിൽ കൂടുതൽ ദിവസമോ നിൽക്കാം, പക്ഷെ അത് പെയ്ഡാണ്. 150 രൂപ മുതലാണ് സ്റ്റാർട്ട്. വൺ ഡേ ഹോമിൽ ഒരു ദിവസം നമുക്ക് ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് വന്നു, പിറ്റേ ദിവസം 6 മണിക്കാണ് പോകുന്നതെങ്കിൽ താമസിക്കുന്നതിന് 150 രൂപ. ഇതാണ് ആ ഒരു റൂം കാണുന്നത്. അത് ഡോർമെറ്ററി പോലെയാണ്. അതുപോലെ തന്നെ ക്യൂബിക്കിളാണെങ്കിൽ, അതായത് നമുക്കൊരു കുഞ്ഞു റൂം പോലെ ഓരോരുത്തർക്കും താമസിക്കാനുള്ള ഒരു കുഞ്ഞു റൂം പോലെ കിട്ടുന്നതിന് 250 രൂപയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഡോർമെറ്ററി ആകുമ്പോൾ നമുക്ക് അത്രയും സേഫ് അല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ലോക്കർ സൗകര്യവും ഇവർ തരുന്നുണ്ട്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കറും തരുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു സൗകര്യം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്കാണ് ഈ ഒരു രൂപ വരുന്നത്. പക്ഷേ നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് 3 ദിവസം വരെ നിൽക്കാം. നമ്മളിതിൻ്റെ ID പ്രൂഫ് കൊടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ID പ്രൂഫ് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പലപ്പോഴും പ്രോഗ്രാംസുകൾക്കൊക്കെ വേണ്ടി ഇവിടെ വരുമ്പോൾ ദൂരെ, അതായത് രാത്രി സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ദൂരെ എങ്ങും പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാനോ ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിൽക്കാറില്ല. നേരെ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ റൂമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ബാക്കി ചിന്തിക്കാറുള്ളൂ. അപ്പോൾ അത്യാവശ്യം സ്ത്രീകൾക്ക് സേഫായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും. ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു പോലീസിൻ്റെ ഒരു സർവൈലൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫോൺ നമ്പേഴ്സ് കേട്ടോ. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ കൂടിലാണ് ഈ ഫ്രീ ആയിട്ട് ഉള്ളത്. അവിടെ ഫുഡും ആദ്യം വരുന്ന 5 പേർക്കോ 6 പേർക്കോ ഫുഡും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഒരു വേഷം എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിന് പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള വേഷത്തിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് പ്രോഗ്രാംസ് വന്നു വേഗം ചെല്ലണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം വേഗം യൂസ് ചെയ്യുന്നത് എൻ്റെ കൂടോ അല്ലെങ്കിൽ വൺ ഡേ ഹോമാണ്. വൺ ഡേ ഹോം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്, എൻ്റെ കൂടെ അല്ലെങ്കിൽ വൺ ഡേ ഹോം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിന് വരുന്നവർ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ. ലിഫ്റ്റ് കടന്ന് വേണം നമ്മൾ അകത്തേക്ക് വരാനായിട്ട്. എൻ്റെ കൂടെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചില ഫ്ലോറുകളിൽ നിർത്തില്ല. അപ്പോൾ 8ാമത്തെ ഫ്ലോറിൽ നിർത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കയറിയാൽ മതി. പിന്നെ കുട്ടികൾക്കും, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇവിടെ താമസിക്കാനായിട്ട് പറ്റും, അമ്മയോടൊപ്പം താമസിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ഇവിടെ അത്യാവശ്യം സുരക്ഷ ഉണ്ടെങ്കിലും നമ്മുടേതായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുപോലെ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ളതാണ് ഈ ഒരു എൻ്റെ കൂട് അല്ലെങ്കിൽ വൺ ഡേ ഹോം. അപ്പോൾ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വിടില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് വന്നെങ്കിൽ ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് റൂം രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ വൺ ഡേ ഹോമിൽ ക്യൂബിക്കിളിനും അതുപോലെ തന്നെ വൺ ഡേ ഹോമിലും AC അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് നിരവധി സ്ത്രീകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അകത്തിരുന്ന് ഫുഡ് കഴിക്കാം. അത്യാവശ്യം ടേബിള് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രസ്സിങ് റൂമാണ്, ഡ്രസ്സൊക്കെ ചെയ്ത് പോകാനായിട്ടുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ക്യൂബിക്കിളും ഇതുപോലത്തെ ഒരു ചെറിയ റൂമുകളാണ് ക്യൂബിക്കിളായിട്ട് വരുന്നത് കേട്ടോ.
പക്ഷേ ഇവിടെ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വൺ ഡേ ഹോമിൽ നമ്മൾ 150 250 റുപ്പീസൊക്കെ കൊടുത്ത് താമസിക്കുമ്പോൾ ഇവിടുത്തെ ബാത്റൂം ഫെസിലിറ്റി അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അത് ഉടനെ ശരിയാവുമോ എന്ന് അറിയത്തില്ല. കാരണം അതിൻ്റെ എന്തൊക്കെയോ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വൺ ഡേ ഹോമിൽ എത്തുന്നവർക്ക് ബാത്റൂം ഫെസിലിറ്റി എൻ്റെ കൂടിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ വാഷ്റൂം എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്, വാട്ടർ പ്യൂരിഫയർ കേടാണ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും സേഫായിട്ട് ലേഡീസിന് നിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി. നമ്മളെല്ലാത്തിനും നെഗറ്റീവ് കണ്ടുപിടിക്കാതെ കുറച്ചെങ്കിലും പോസിറ്റീവ് കാര്യങ്ങളും പറയണമല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ അത്യാവശ്യം പെട്ടെന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ. സേഫായിട്ട് നിൽക്കാം. നിരവധി സ്ത്രീകൾ വന്നും പോയും ഇരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ. അതുപോലെ നമ്മൾ ബെഡ്ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അലൗ ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ കൂടെ, ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത്. ഇവിടെ ഇതുപോലെ തന്നെ ഡോർമെട്രിയാണ്, വലിയൊരു ഡോർമെട്രിയാണ്. അവിടെ ഏകദേശം 50ഓളം ബെഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ലേഡീസിനും ഇത് അയച്ചു കൊടുക്കുക. ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ സുരക്ഷിതമായിട്ട് നമുക്ക് നിൽക്കാം. എറണാകുളത്തും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ, ബൈ. ജുവൽ ബേബീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.